തന്റെ കാലം കഴിഞ്ഞെന്ന് വിധി എഴുതി തനിക്ക് ശവക്കുഴി വെട്ടി അഗ്നിശയ്യ ഒരുക്കി വെച്ച് ചിത ശേഖരിച്ച് അതിൽ കത്തിക്കാൻ അഗ്നിയുമായിട്ട് വന്നവരെ അതേ അഗ്നി കൊണ്ട് അഗ്നി സ്നാനം ചെയ്യിപ്പിക്കുന്ന സഞ്ജു വി സാംസന്റെ തകർപ്പൻ ഇന്നിങ്സ് ആണ് നമ്മൾ ഇന്ന് കണ്ടത്. വിരോധികളുടെയും വിമർശകരുടെയും എല്ലാം അണ്ണാക്കിലേക്ക് സഞ്ജു വി സാംസൺ തന്റെ എലഗൻ ബാറ്റിങ്ങിലൂടെ അഗ്നിവർഷം നടത്തി എന്ന് തന്നെ പറയാം. ഇത്രമാത്രം മാരകമായിട്ട് ഒരു ബാറ്റ്സ്മാൻ സമീപകാല ചരിത്രത്തിൽ ബോളർമാർക്ക് മേലെ ഡോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സഞ്ജു വി സാംസന്റെ ആ ഒരു പോക്ക് 111 ഒതുങ്ങിപ്പോയല്ലോ എന്നുള്ള നിരാശ മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം സഞ്ജു വി സാംസൺ 150 200 കടന്നു പോകാൻ പറ്റുന്ന ലെവല് ടച്ചിലായിരുന്നു ഇന്ന്. സഞ്ജു വി സാംസന്റെ പ്രതിഭ, നൈസർഗിക പ്രതിഭ എന്താണ് എന്ന് ക്രിക്കറ്റ് ലോകം കണ്ടു. നിരന്തരം തന്നെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന രണ്ടെണ്ണത്തിനെ കമന്ററി ബോക്സിൽ ഇരുത്തി തനിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ രചിപ്പിച്ചു എന്ന് തന്നെയാണ് സഞ്ജു വി സാംസന്റെ ഈ ഒരു ഇന്നിംഗ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത. ബംഗ്ലാദേശിനെതിരെ ഏറ്റവും വേഗത്തിൽ 50 നേടുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാനായി. ബംഗ്ലാദേശിനെതിരെ ഒരു ഇന്ത്യൻ ബാറ്റ്സ്മാന്റെ T20 ഏറ്റവും ഉയർന്ന സ്കോറും സഞ്ജു വി സാംസൺ അടിച്ചെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെയുള്ള ഫാസ്റ്റസ്റ്റ് സെഞ്ചുറിയും സഞ്ജു വി സാംസൺ ഇന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. സഞ്ജു വി സാംസൺ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയാണ്. സഞ്ജു വി സാംസണ് അവസരം നൽകിയ ഗൗതം ഗംഭീർ എന്ന പരിശീലകനിൽ തന്നിലർപ്പിച്ച വിശ്വാസം കാത്തുരക്ഷിക്കുന്ന ഒരു ഗിഫ്റ്റ് തിരികെ കൊടുക്കാൻ സഞ്ജു വി സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സഞ്ജു വി സാംസന്റെ ബാറ്റിങ്ങിന് മുന്നിൽ എതിരാളികൾ തകർന്നടിച്ചു പോയി. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇനി ആ ഒരു ബാറ്റിംഗ് വിസ്ഫോടനം ആരിൽ നിന്ന് കാണാം എന്നാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം ആ ഒരു പൊസിഷൻ അലങ്കരിക്കാൻ സഞ്ജു വി സാംസൺ തന്നെയാണ്. കേവൻ ഗില്ലിനെ പോലെയുള്ളവരുണ്ടെന്ന് പറയാമെങ്കിൽ പോലും രോഹിത്തിനെ പോലെ ടച്ചിലായി കഴിഞ്ഞാൽ ഇത്രമാത്രം വിനാശകാരിയാവുന്ന ഒരു ബാറ്റ്സ്മാൻ സഞ്ജുവിനോളം വേറെ ആരുമില്ല. സഞ്ജു വി സാംസൺ ആ ഒരു ബോൾ മിസ്സിറ്റ് ചെയ്യാതെ അതിനെ ഒന്ന് സക്സീഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഇന്ത്യയുടെ സ്കോർ 300 കടന്നു പോയേനെ. പക്ഷെ സഞ്ജു വി സാംസൺ എന്ത് തന്നെ വന്നാലും ഇന്ന് നിരാശപ്പെടുത്തിയില്ല. മുസ്തഫിസറിനെതിരെ എക്സ്ട്രാ കവറിലൂടെ അടിച്ച് ഒരു 6 ഉണ്ടല്ലോ, പൊന്നു മക്കളെ, വേറെ ലെവൽ ഐറ്റമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് സഞ്ജുവിന്റെ ദിവസം തന്നെയാണ്. തനിക്ക് ചരമഗീതം എഴുതി തുടങ്ങിയ വിരോധികളെ മുഴുവൻ നിഷ്പ്രഭരാക്കുന്ന പ്രകടനമാണ് ഇന്ന് സഞ്ജു വി സാംസണിൽ നിന്നും ഉണ്ടായത്. 47 പന്തുകളിൽ നിന്നും 11 4-ഉം 8 6-ഉം. ഓരോ ഓവറിൽ കണ്ടിന്യൂസ് ആയിട്ട് 4 4 അടിക്കുന്നു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് 5 6 അടിക്കുന്നു. എന്നടാ സഞ്ജു നീ പണി വെച്ചെടുക്കെ. വിരോധികൾക്ക് ഇനി സഞ്ജു വി സാംസനെ അങ്ങോട്ട് കൊത്തിപ്പറിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഞാൻ തന്നെ സഞ്ജുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു സീരീസിൽ എന്തുകൊണ്ട് സഞ്ജുവിന്റെ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്ന് സഞ്ജു വി സാംസൺ മറുപടി നൽകിയിട്ടുണ്ട്. ഓൺലൈൻ പണ്ഡിറ്റുമാർക്കും വിമർശകർക്കും എല്ലാം ഇനി വാ തുറക്കാൻ കഴിയാത്ത വിധം ഒരടി സഞ്ജു വി സാംസൺ അടിച്ചു ചേർത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇന്നിങ്സ് സഞ്ജു വി സാംസന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സ് ആയിട്ട് ഞാൻ വിലയിരുത്തും. കാരണം ഇന്ത്യൻ നാഷണൽ ജേഴ്സിയിൽ സഞ്ജു വി സാംസൺ ഇത്ര ഫ്ലോയിൽ ബാറ്റ് ചെയ്തിട്ടില്ല. ഇമാതിരി ബാറ്റിംഗ് സഞ്ജു ആബ്സല്യൂട്ട്ലി നെയിൽഡ് ദിസ് ഡേ.